എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസമായിട്ട് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്താവനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലും അതുപോലെ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിലും അതുപോലെ ഈ താലൂക്ക് ആശുപത്രികളിലൊക്കെ നടന്നു വരുന്ന പൊതിച്ചോറ് വിതരണം നിൽക്കാൻ പോവുകയാണ്. അങ്ങനെ നിൽക്കാൻ പോവുകയാണ് എന്നൊരു കൂട്ടർ അതിനെതിരെ ഭയങ്കര പ്രതിഷേധം വരുന്നു. ഇത് ഒരു തീർച്ചയായിട്ടും അത് സാധുക്കളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, മെഡിക്കൽ കോളേജിലും അതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അതുപോലെ ഈ താലൂക്ക് ആശുപത്രിയിലൊക്കെ എത്തുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ രോഗികൾക്കും അവിടെ കൂട്ടിയിരിപ്പുകാർക്കൊക്കെ ഭക്ഷണം സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ആര് കൊടുക്കുന്നതായാലും. ഇപ്പം നമുക്കറിയാം, തൃശ്ശൂർ എനിക്ക് അനുഭവമുള്ളതാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ DYFI ആണ് അവിടെ പ്രധാനമായിട്ട് അവിടെ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഫ്രീ ആയിട്ട്. മറ്റ് ചില സംഘടനകൾ അവിടെ കൊടുക്കുന്നുണ്ട്, ഇത്രത്തോളം ഇല്ല. എൻ്റെയൊക്കെ നാട്ടിൻപുറത്തു നിന്നൊക്കെ ഈ പൊതിച്ചോറ് ഏറ്റെടുക്കുന്നത് അത് DYFI ആണ്. അവർ അത് കൊടുക്കുന്ന ദിവസം ഓരോ ആളുകൾക്ക് ഓരോ മേഖല തിരിച്ചിട്ടാണ് അത് കൊടുക്കണമെന്ന് തോന്നുന്നു. നല്ലതിനെപ്പോഴും നല്ലതെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് അവർ പറയും, അതെ നാളെ ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസമാണ്, എത്ര പൊതി ഉണ്ടാവും എന്നൊന്ന് പറയും. അപ്പോൾ 1, 2 അല്ലെങ്കിൽ 3 പൊതി, ചിലപ്പോൾ 1 പൊതി ഉണ്ടാവുള്ളൂ. അത് അവരോട് പറയും. അവർ പിറ്റേ ദിവസം അവർ വന്ന് ഒരു 10-10:30 നേരത്ത് അവർ തയ്യാറാക്കി വയ്ക്കും. നമ്മുടെ വീട്ടിലുള്ള ആളുകളെല്ലാം തയ്യാറാക്കി, ഞാനടക്കമുള്ള ആളുകൾ തയ്യാറാക്കിയിട്ട് അതവിടെ വയ്ക്കും. അവർ 10:30 കൂടിയിട്ട് അവർ വന്നത് കൊണ്ടുപോകും. നമുക്കറിയാം, അത് ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല, അത് വിൽക്കാനൊന്നും പറ്റില്ല. ഒന്നുകിൽ അത് വേണമെങ്കിൽ കളയാം. സാധാരണ നിലയിൽ അതൊക്കെ മിക്കവാറും ഇത് മെഡിക്കൽ കോളേജിലെ കുട്ടിയിരിപ്പുകാർക്കും അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സൽപ്രവൃത്തി നിൽക്കാൻ പോകുന്നു. അത് മന്ത്രി മുരളീധരൻ അതായിട്ട് അത് നിർത്തി വയ്ക്കാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ അത് ഏതൊരാൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. സാധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വരണ്ടു പോകും, പ്രയാസപ്പെടും. ഈ രോഗികളായിട്ടുള്ള ആളുകൾ ആശുപത്രിയിലൊക്കെ വലിയ ചർച്ചയാണ് അതൊക്കെ. വാസ്തവത്തിൽ എന്താണ് കഥ നടക്കുന്നത്? മണൽ പിരിച്ച് കയറുണ്ടാക്കുക എന്ന് പറയും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രി മുരളീധരൻ ഇങ്ങനെ ഈ ആശുപത്രികളിലുള്ള ഈ പൊതിച്ചോറ് വിതരണം നിർത്തുന്നോ തടയുന്നോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മാത്രമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ സർക്കാർ വക കെട്ടിടങ്ങൾ കയ്യേറിയിട്ട് DYFIയും സേവാഭാരതിയും അവിടെ പൊതിച്ചോറ് അവരുടെ ബാനറൊക്കെ വെച്ചിട്ട് പൊതിച്ചോറ് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ വന്നപ്പോൾ അവർ തർക്കം വന്നപ്പോഴാണ് മന്ത്രി ഇടപെട്ട് പറഞ്ഞത്, നിങ്ങൾ എവിടെ നിന്ന് ഒഴിപ്പിക്കും, നിങ്ങൾ വേറെ എവിടെയെങ്കിലും വെച്ച് കൊടുത്തോ. ഇതാണ് പറഞ്ഞത്. അത് പിടിച്ചിട്ടാണ് കേരളത്തിൽ മുഴുവൻ പൊതിച്ചോറ് വിതരണം തടയാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിപ്ലവം ഉണ്ടാക്കിയത്. വാസ്തവത്തിൽ അവിടെ ഈ HDS എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, എല്ലാ മെഡിക്കൽ കോളേജിലുണ്ട്. അത് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് ജില്ലാ കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ. അവർ തന്നെയാണ് ഈ ആലപ്പുഴയിൽ ഈ പറയുന്ന സ്ഥലമൊക്കെ ഏറ്റെടുത്ത് നമുക്ക് അവിടെ ഒരു സെൻറ്റർ ആശുപത്രി വികസനത്തിന് വേണ്ടി തയ്യാറാക്കണം എന്നൊക്കെ അവർ തന്നെയാണ് തീരുമാനിച്ചത്. അത് ഈ സർക്കാർ വന്നിട്ടുണ്ടാക്കിയ സമിതിയൊന്നുമില്ല. അത് കാലങ്ങളായിട്ട് അവിടെയുള്ള സമിതികളാണ്. അതിലൊക്കെ LDFും UDFും മറ്റുള്ള BJPയുടെ അടക്കം ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് സർക്കാരിനെതിരെ, മന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ മൊത്തത്തിൽ കേരളത്തിലെ സതീശൻ സർക്കാരിനെതിരെയും തിരിച്ചുവിടാനുള്ള ഒരു ഉപായമായി കണ്ടു എന്ന് വേണം കരുതാൻ. ഏതായാലും മുരളീധരൻ്റെ ഈ പ്രസ്താവന അതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അതും കൂടി കേട്ടു നോക്കൂ. DYFIയും പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. അതിൻ്റെ കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് 2 കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോൾ സേവാഭാരതിക്കാർ പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണം. ഇത് സർക്കാരിന്റെ സ്വത്താണ്, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചിലർ എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ സ്ഥലം കയ്യേറി
വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത്. ഞാൻ പറയാം, HDS അംഗങ്ങൾ ഉൾപ്പെടെയാണ് മിനിഞ്ഞാന്നത്തെ അവലോകനം